വെൽക്കം ബാക്ക് ഗൈസ്. സർജൻ്റെ 14th കസ്റ്റമർ മാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നും പതിവ് പോലെ തന്നെ ഗെയിമിലേക്ക് ഡയറക്റ്റ്ലി ആണ് പോകുന്നത്, അല്ലാണ്ട് സ്ലോട്ട് ഫില്ലാവുന്നതൊന്നും കാണിക്കുന്നില്ല. സോ നമുക്ക് ഗെയിം തുടങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ സ്പോൺ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇന്ന് സാധാരണ ടീം നമ്പർ 1 ആണ് ആദ്യം കാണല്, പക്ഷേ ഇന്ന് ടീം നമ്പർ 12 നമ്മൾ ആദ്യം കാണുന്നത്. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് എല്ലാ പ്ലെയേഴ്സിനും നമുക്ക് സാധാ കാണിക്കുന്ന പോലെ ഒന്ന് കാണിക്കാം താഴെയായിട്ട്. സോ ഇന്ന് എലൈവ് 86 പേര്. സോ 86 പീപ്പിൾ ആർ എലൈവ്. നമുക്ക് എന്താണ് ഇന്നത്തെ കസ്റ്റമർ മാച്ചിൽ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന്, എന്തൊക്കെ സ്പെഷ്യലായിട്ട്, എന്തൊക്കെ സ്ക്വാഡ് വൈപ്പുകൾ, ഇതൊക്കെ നമുക്ക് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. സോ നമുക്ക് മാച്ച് സ്റ്റാർട്ടായിരിക്കുകയാണ്. നമുക്ക് ഡയറക്റ്റ്ലി പ്ലെയിനിലേക്ക് പോവാം. ഓക്കെ, സോ ടീം നമ്പർ 20 ആണ്. ഞാനൊരു പുതിയ കാര്യം ട്രൈ ചെയ്ത് നോക്കിയതാണ്, പ്ലെയിൻ പോകുന്നത് കാണാനായിട്ട്. ആൾക്കാർ ചാടുന്നത് കാണാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അങ്ങനൊരു സംഭവം സംഭവിച്ചതേ ഇല്ല. എന്തൊക്കെ വന്നാൽ നമുക്ക് പ്ലെയിനിലേക്ക് തന്നെ തിരിച്ചു പോവാം. കുറച്ച് നാളുകളായി മിലിറ്ററി ബേസിൽ ആരും തന്നെ ചാടലുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ഇന്ന് മിലിറ്ററി ബേസിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. ഇന്ന് നോവോയിലേക്കും പതിവിൽ കൂടുതൽ ആൾക്കാർ പോകുന്നുണ്ട്. ഏകദേശം 3 സ്ക്വാഡോളം നോവോയിലേക്ക് പോകുന്നുണ്ട്. മിലിറ്ററി ബേസിൽ 2 സ്ക്വാഡുണ്ട്. ഓക്കെ, മിലിറ്ററി ബേസിൻ്റെ സൈഡിലായിട്ട് 3ാമത് സ്ക്വാഡ് ഇറങ്ങുന്നുണ്ട്, ടീം നമ്പർ 2. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. മിലിറ്ററിയിലേക്ക് 3 സ്ക്വാഡ് പോകുന്നുണ്ട്, 25, 13, പിന്നെ ഒരു സ്ക്വാഡും കൂടി പോകുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് കണ്ടില്ല. എന്തായാലും നമുക്ക് മിലിറ്ററി ബേസിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നോക്കാം. കാരണം മിലിറ്ററി ബേസ് എന്ന് പറയുന്നത് ഫൈറ്റ് എടുക്കാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ആണ് റാങ്കലിൽ. ഇവിടെ റാൻഡം ഫയർസ് കുറച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ആ റാൻഡം ഫയർ നടത്തുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയണം. കാരണം ഇവിടെ നിൽക്കുന്നത് BRZ ക്ലാനിലെ മെമ്പേഴ്സും പിന്നെ ഹവറിയൻസും ആണ്. സോ BRZ വിക്കിന് AK കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഡെഫിനറ്റ്ലി ഒരു ഓപ്പർച്യൂണിറ്റി ആണ് BRZ ക്ലാനിന്. കാരണം ഒപ്പോണൻസിൻ്റെ കയ്യിൽ അധികം ഗൺസൊന്നും കിട്ടുന്നതിന് മുമ്പ് തന്നെ റഷ് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ ടീം നമ്പർ 20 ഹവറിയൻസ് എനിമീൻ്റെ പൊസിഷൻ അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. BRZ നിൽക്കുന്നത് എവിടെയാണെന്നൊക്കെ അവർ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. അവർ അതിനനുസരിച്ച് TTPയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കാണാം. നമുക്ക് ടീം നമ്പർ 15 എടുത്ത് വരാം. ടീം നമ്പർ 15 നോവോല കണ്ടെയ്നേഴ്സിലാണ് നിൽക്കുന്നത്. അവർക്ക് കറൻ്റ്ലി ഇപ്പോൾ ഒപ്പോണൻസ് ഇല്ല, എനിമീസ് ഇല്ല അടുത്ത്. അവരെല്ലാവരും നോവോൻ്റെ സിറ്റി സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ സേഫാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ടീം നമ്പർ 20, ടീം നമ്പർ 5 ഈ ഒരു ഫൈറ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മളതാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ ESCU ആ പ്ലെയറിൻ്റെ പേര് വായിക്കാൻ ഞാൻ യാതൊരു ശ്രമവും നടത്താൻ പോകുന്നില്ല. ഇവിടെ ഈ ഒരു പ്ലെയർ വളരെ വളരെ സൈലൻ്റായിട്ട് മൂവ് ചെയ്ത, പക്ഷെ അവിടെ ഒരു എനിമി പോലും ഇല്ല. അപ്പോൾ പക്ഷെ അത് എനിക്കേ അറിയുള്ളൂ, ഈ പ്ലെയറിനെ അറിയില്ല, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇവിടെ GLX സ്റ്റോണർ നമ്മൾ കിൽഫീൽഡിൽ കുറേ നേരമായിട്ട് വായിക്കുന്നൊരു പേരാണ്. അപ്പോൾ ഈ പ്ലെയർ ഇവിടെ 2 പേരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ AST ഡ്രാഗൺ വൈറ്റ് GLX സ്റ്റോണറിനെ നോക്കാക്കിയിരിക്കുകയാണ്. ഇവിടെ AST ഡ്രാഗൺ വൈറ്റിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. ഇവിടെ അമൽ ഡെഡ് ഷോട്ട് കയ്യിലെ ഡെസേർട്ട് ഈഗിൾ ഉപയോഗിച്ചിട്ടാണ് AST ഡ്രാഗൺ വൈറ്റിനെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ നമുക്ക് SRJ ക്ലാൻ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പോകാം. കാരണം SRJൻ്റെ അടുത്ത് ടീം നമ്പർ 13 നിൽക്കുന്നുണ്ട്. അവരിപ്പോൾ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ SRJ വിഷ്ണു GP അവിടെ നോക്കായതാണ്. പക്ഷേ SRJ ഏബിൾ റിവൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടീം നമ്പർ 13 വിത്തൗട്ട് ഡിലേ എനിമി ടെറിട്ടറിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ടീം നമ്പർ 13 ഡെത്ത് മാക്സ് 2 SRJ ഏബിൾ നിൽക്കുന്നതിൻ്റെ ഒരു സ്ട്രെയിറ്റ് വ്യൂവിലുള്ള തൊട്ടടുത്ത വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഗ്രനേഡുകളാണ് യൂസ് ചെയ്യേണ്ടത്. SRJ വിഷ്ണു GP ഒരു സ്മോക്ക് ഇട്ടിട്ട് റഷ് നടത്താൻ ഒരു ശ്രമം നടത്തിയെങ്കിലും SKS കൊണ്ടുള്ള കറക്റ്റ് കവർ ഫയർ ആ ഒരു റഷിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ SRJ രജത്ത് മറ്റൊരു ആംഗിളിൽ നിന്നൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ 3 പ്ലെയേഴ്സും തൊട്ടടുത്ത വീട്ടിലും SRJ രജത്ത് ഇപ്പുറത്തെ വീട്ടിലാണ്. വേണമെന്ന് വെച്ചാൽ ഈ പ്ലെയറിനെ ലെഫ്റ്റിലൂടെ ഫ്ലാങ്ക് ചെയ്ത് പോയി അടിക്കാം അവരെ. 9 മണിക്ക് റൂം തുടങ്ങണം 9:05. ഓക്കെ, നിങ്ങൾ ഓൾ ചാറ്റിൽ കേട്ടിട്ടുണ്ടാവും ഞങ്ങൾ 9 മണിക്ക് തുടങ്ങുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് ഡിലേ ഒരു പക്ഷേ വന്നേക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഗെയിമിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ ഇപ്പോൾ ഒരു ഇൻറ്റൻസ് ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 13 vs 25. ഓക്കെ, തിരിച്ച് നമുക്ക് നോവോയിലേക്ക് പോകണം. കാരണം ഇവിടെ BRZ ഡിയാബ്ലോ നോക്കായിരിക്കുകയാണ്. ഓക്കെ, സോ ടീം നമ്പർ 15 ഇസ് റഷിങ്. അവർ ഒരു പ്ലെയറിനെ നോക്കായ അവരുടെ ഒരു പ്ലെയർ നോക്കാണ്. അപ്പോൾ അവർ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം BRZ ക്ലാനും റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗ്രനേഡുകൾ വരുന്ന നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ഗ്രനേഡുകളൊക്കെ ഈ ഒരു ചെറിയൊരു സ്ഥലം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ചെറിയ വാച്ച് ടവർ അല്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. എന്നാലും ഗ്രനേഡുകളൊന്നും കിട്ടിയില്ല. BRZ വിക്ക് പ്രോൺ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, BRZ വിക്ക് ഡാർക്ക് സൈക്കോനെ എന്തായാലും നോക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, BRZ വിക്കിൻ്റെ കയ്യിൽ ഹെൽത്ത് കൂട്ടാനായിട്ട് ആകെ ഉള്ളത് പെയിൻ കില്ലേഴ്സും എനർജി ഡ്രിങ്കാണ്. സോ ദാറ്റ്സ് ഗോയിങ് ടു ബി എ പ്രോബ്ലം. എങ്കിലും നമുക്ക് നോക്കാം ഇവിടെ BRZ ക്ലാൻ എങ്ങനെ ഇത് ഡീൽ ചെയ്യുന്നു. നമുക്ക് എന്തായാലും ഇപ്പോൾ BRZ ക്ലാനെ നോക്കാൻ കഴിയില്ല. ഓക്കെ, ഹെൽ ക്ലാൻ ഇവിടെ കറൻ്റ് 7 നിൽക്കുമായിരുന്നു. ഓൾ ചാറ്റിൽ ആർക്കോ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തൊക്കെ വന്നാലും നമുക്ക് ടീം നമ്പർ 21 ഇവിടെ ഹെൽ ക്ലാനെ വൈപ്പ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് യസ്നയിലേക്ക് നോക്കാം. യസ്ന ടീം നമ്പർ 11 ടീം നമ്പർ 14 നിൽക്കുന്നുണ്ട്. പക്ഷേ 2 റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ അവിടെ ഒരു ഫൈറ്റ്. ഓക്കെ, ഫൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ടീം നമ്പർ 25 അവിടെ ഡെത്ത് ക്ലാൻ മെമ്പേഴ്സിനെ ഫുള്ള് വൈപ്പ് ചെയ്തിരിക്കുകയാണ്. നമുക്കെന്തായാലും ലിപ്പോക്കയിലേക്ക് ഒന്ന് പോയി നോക്കാം. കാരണം ടീം നമ്പർ 4 അവർ നിൽക്കുന്നുണ്ട് ലിപ്പോക്കയിൽ. ഓക്കെ, ഡിയാബ്ലോ ഒരാളെ നോക്കാക്കിയിട്ടുണ്ട്. ഡാർക്ക് നൈറ്റിനെ നോക്കാക്കിയിട്ടുണ്ട്. ഒരു ഫാസ്റ്റ് റഷാണ് ഇവിടെ ഡിയാബ്ലോ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ടീം നമ്പർ 15 ബാക്കി 2 പ്ലെയേഴ്സ് ഇപ്പോഴും അലൈവാണ്. അപ്പോൾ ഇതൊരു മിസ്റ്റേക്ക് ആകുമെന്നാണ് ഡൗട്ട്. ഡാർക്ക് വിച്ച് ഓൾമോസ്റ്റ് ഒരു 50 മീറ്റർ റേഞ്ചിൽ നിൽക്കുന്നുണ്ട് ഡിയാബ്ലോൻ്റെ നേരെ. ഞാൻ പറഞ്ഞു ഡാർക്ക് വിച്ചിൻ്റെ കാര്യം. അങ്ങനെ ആ പ്ലെയർ തന്നെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഡിയാബ്ലോനെ. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് എറർ ക്ലാൻ്റെ ഒരു സ്ക്വാഡ് വൈപ്പ് മിസ്സായിരിക്കുകയാണ്. എന്തൊക്കെ വന്നാലും ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ മാപ്പിൽ അധികം ആരും അടുത്തടുത്തില്ല. എക്സെപ്റ്റ് ഫോർ ഫ്യൂ സ്ക്വാഡ്സ്. നമുക്ക് ബാക്കി എല്ലാവരും കാണാം കുറേ ദൂരത്താണ്. ഇപ്പം കറൻ്റ്ലി എനിക്ക് തോന്നുന്നത് ടീം നമ്പർ 10-6 ഫൈറ്റ് ഒരു പക്ഷേ നടക്കാമെന്നാണ്. പക്ഷേ എനിക്ക് ഉറപ്പില്ല.
ഓക്കെ, ഇപ്പോൾ മേജർ ഹോട്ട് ഡ്രോപ്സ് നമുക്ക് ഓരോരോ വലിയ വലിയ ടീമുകൾ ഡോമിനേറ്റ് ചെയ്യുന്ന കാണാം. ബൊച്ചിങ്കി ടീം നമ്പർ 22 BP ക്ലാൻ ഡോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു പ്ലെയർ ഓഫ്ലൈനായിട്ട് തന്നെ നിൽക്കുന്നത്. ആ പ്ലെയറിനെ നമുക്ക് കണ്ടറിയാം, ആ പ്ലെയറിൻ്റെ കൂടെ ആരും തന്നെ ഇല്ല. ഒരു പക്ഷേ ആ പ്ലെയർ തൻ്റെ ടീംമേറ്റ്സ് ഇല്ലാണ്ട് സ്റ്റാർട്ടായി പോയപ്പോൾ എക്സിറ്റ് അടിച്ച് പോയതായിരിക്കും. എന്തൊക്കെ വന്നാൽ ആ പ്ലെയറിനെ ഇവിടെ ചീമൂസ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അവർ വണ്ടി എടുത്തിട്ട് അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വളരെ ചുരുക്കം സ്ഥലത്ത് ഇനി ഫൈറ്റ് നടക്കുള്ളൂ. കാരണം നമുക്ക് നോക്കിയാൽ കാണാം, മോസ്റ്റ് ഓഫ് ദ ഹോട്ട് ഡ്രോപ്സ് അധികം എല്ലാം ഓരോരോ ടീമുകളാണ് ഇപ്പോൾ നിൽക്കുന്നത്. മിൽട്ട 25 ആണ് നിൽക്കുന്നത്. ടീം നമ്പർ 16 ആണ് ഫാം നിൽക്കുന്നത്. ടീം നമ്പർ 22 BP ക്ലാനാണ് പൊച്ചിങ്ങി നിൽക്കുന്നത്. ടീം നമ്പർ 7 ആണ് സ്കൂൾ ഏരിയ കംപ്ലീറ്റ് കയറിയിരിക്കുന്നത്. അവർക്ക് തൊട്ടടുത്ത് തന്നെ ടീം നമ്പർ 2 ഉണ്ട്. അവരൊക്കെ സ്കൂൾ ഏരിയയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ടീം നമ്പർ 24 അപ്പാർട്ട്മെൻറ്റ് സൈഡിലാണ് സ്കൂളിൻ്റെ. സോ സ്കൂൾ ഏരിയയിൽ തന്നെ 3 സ്ക്വാഡുകൾ നമുക്ക് കാണാം. പക്ഷേ ആ ഒരു സ്ക്വാഡുകൾ അവിടെ ഉണ്ടെങ്കിൽ കൂടി അവിടെ ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ കഴിയില്ല. സോ നമുക്ക് ടീം നമ്പർ 7 ഈ ഒരു പ്ലെയറിനെ കാണാം. ഒരു മതിലിൻ്റെ ഉള്ളിലേക്ക് ഓടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നടക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. നടക്കുന്നില്ല എന്ന് തോന്നലല്ല, നടക്കില്ല. ഓക്കെ, ആ പ്ലെയർ വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ ടീം നമ്പർ 7 സ്കൂൾ ഏരിയയിൽ നിന്ന് നേരെ യസ്നായ പോളിയാനേൻ്റെ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ 24നെ കാണാൻ. 24 കംപ്ലീറ്റ് ക്യാമ്പിംഗ് ആണ് അപ്പാർട്ട്മെൻറ്റ്സ് ഏരിയയിൽ. സോ നമുക്ക് അവിടെ ഒരു ഫൈറ്റ് കാണാൻ കഴിയില്ല. നമുക്ക് ടീം നമ്പർ 11 അവർ യസ്നായ പോളിയാനയിലാണ് നിൽക്കുന്നത്. ടീം നമ്പർ 7 കടന്നു പോകുന്ന ടീം നമ്പർ 8ൻ്റെ അടുത്ത് കൂടിയാണ്. അവിടെ ഒരു ഫൈറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓ ഡെഫിനറ്റ്ലി നോട്ട്. അവരെന്തായാലും ഫൈറ്റ് എടുക്കില്ല. അവർ ടീം നമ്പർ 7 ഓക്കെ, അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ സ്കൂൾ ഏരിയയിൽ നിന്ന് യസ്നായ പോളിയാനെ വഴി മാൻസണിലേക്ക് പോയിരിക്കുകയാണ്. മാൻസണിൽ നിന്ന് നേരെ ലിപ്പോക്കയിലേക്ക് പോകാൻ നോക്കി പിന്നെ തിരിഞ്ഞ് വേറൊരു ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അത് വിടാം. അപ്പോൾ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവില്ല. നമുക്ക് ടീം നമ്പർ 16 കാണാം. ടീം നമ്പർ 16 ഫാം ഏരിയയിലാണ് നിൽക്കുന്നത്. ടീം നമ്പർ 20 മിൽട്ട ഏരിയയിലാണ്, മിൽട്ട ബ്രിഡ്ജ് സൈഡിലാണ് നിൽക്കുന്നത്. പക്ഷേ ടീം നമ്പർ 25 ഈസിയായിട്ട് എടുക്കാൻ പറ്റും. കാരണം അവർ നിൽക്കുന്നത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആയിട്ടാണ്. ഒരു പ്ലെയർ മറ്റ് 2 പ്ലെയേഴ്സും ഇങ്ങനെ ആയിട്ടാണ് അവർ നിൽക്കുന്നത്. ലൂട്ടെടുക്കാൻ വേണ്ടിയാണോ അങ്ങനെ ആയത്, അല്ലെങ്കിൽ ഇവരിങ്ങനെയാണോ കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഹവരിയൻസിലെ ഒരു പ്ലെയർ ഒരു സൈഡിലും മറ്റ് 2 പ്ലെയേഴ്സ് വേറെ സൈഡിലും, പിന്നെ ഒരു പ്ലെയർ റോഡിൻ്റെ സൈഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നില്ല. വണ്ടി എടുത്തിട്ട് വേറെ പല സ്ഥലങ്ങളിൽ ലൂട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ടീം നമ്പർ 25 ഹവരിയൻ SBNനെ എടുക്കാൻ പറ്റിയൊരു സമയമാണിത്. പക്ഷെ അവരെ റീക്യൂപ്പറേറ്റ് ചെയ്യാൻ സമ്മതിച്ച് കഴിഞ്ഞാൽ അത് വലിയ മണ്ടത്തരാവും. കാരണം ഹവരിയൻസ് അത്യാവശ്യം കളിക്കുന്ന തന്നെ പ്ലേയേഴ്സാണ്. എന്തായാലും ഇവിടെ നമുക്കൊരു ഫൈറ്റ് ആണ്. നമുക്ക് 3 സ്ക്വാഡാണ് നമുക്ക് ഓൺ ഗ്രൗണ്ടിൽ കണ്ടെത്താൻ മനസ്സിലാവും. ടീം നമ്പർ 17 GLX ക്ലാനിലെ മെമ്പേഴ്സ് വന്ന് നിൽക്കുന്നുണ്ട്. അവരൊരു ഫ്ലെയർ ഡ്രോപ്പ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, GLX ക്ലാനിന് ഇപ്പോൾ SRJ ക്ലാൻ്റെ പ്രസൻസ് മനസ്സിലായിട്ടുണ്ട്. അവിടെ അവരുടെ ഫ്ലെയർ ഡ്രോപ്പ് വരുന്ന നമുക്ക് കാണാം. ഈ ഫ്ലെയർ ഡ്രോപ്പ് ലൂട്ട് ചെയ്യുന്ന സമയം അവർക്ക് എന്തായാലും ലെവൽ 3 ഐറ്റംസ്, പിന്നെ എയർ ഡ്രോപ്പ് വന്ന് കിടക്കുന്ന സ്ഥലം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. എടുക്കാൻ ബുദ്ധിമുട്ടെന്നല്ല, എടുക്കാൻ പറ്റില്ല. സോ ആ എയർ ഡ്രോപ്പ് അവിടെ വേസ്റ്റായി പോയിരിക്കുകയാണ് അവർക്ക്. അപ്പോൾ ഗുഡ് ബൈ ടു AWM, ഗുഡ് ബൈ ടു ലെവൽ 3 ഐറ്റംസ്. എന്തായാലും ഇവർക്ക് ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ അവർക്ക് പുഷ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് സ്ഥലം മാറാം. കാരണം ഇത് സോണിൻ്റെ അകത്തല്ല, സോണിൻ്റെ കുറച്ചും കൂടി അകത്തേക്ക് അവർക്ക് വേണമെങ്കിൽ പോവാം. ഇവിടെ ഒരു ബ്രിഡ്ജ് ബ്ലോക്ക് എന്നൊരു ഐഡിയ ആയിട്ടാണ് ടീം നമ്പർ 70 വന്നതെന്ന് തോന്നുന്നു. പക്ഷേ അവിടെ ബ്രിഡ്ജ് ബ്ലോക്കിനായിട്ട് ആരും വരുന്നില്ലാത്തത് കൊണ്ട് ഇവരിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു വേസ്റ്റ് ഓഫ് ടൈമാണ്. എന്തായാലും നമുക്കിവിടെ മറ്റ് കളികൾ നോക്കാം. കാരണം ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് ഇവിടെ നോക്കാം. ടീം നമ്പർ 25 ഒരു സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടീം നമ്പർ 20 അവരിപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്.
അവരെവിടെയാണോ നിന്നോണ്ടിരുന്നത് അവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീം നമ്പർ 17 എക്സാക്ട് സെയിം, അവരും ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ ഇത്ര ക്യാമ്പ് ചെയ്യാൻ നോക്കുന്നത്? ഈ എയർ ഡ്രോപ്പ് എടുക്കാനുള്ള ശ്രമമായിരിക്കും ചിലപ്പോൾ അവർ നടത്തുന്നത്. പക്ഷേ ആ എയർ ഡ്രോപ്പ് കിട്ടില്ല. ഓക്കെ, അവിടെ ടീം നമ്പർ 7-നെതിരെ ടീം നമ്പർ 11 റഷ് ചെയ്തിരിക്കുകയാണ്. ടീം നമ്പർ 7 ഒരു അവശേഷിക്കുന്ന മെമ്പർ ഉണ്ട്, സോൾ അക്വ എന്ന് പറഞ്ഞിട്ട്. ആ പ്ലെയർ നിൽക്കുന്ന കണ്ടാൽ നമുക്കറിയാം എനിമി ടെറിട്ടറിൻ്റെ വളരെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ടീം നമ്പർ 11ൻ്റെ ടെറിട്ടറിയിലാണ് നിൽക്കുന്നത്. ഇവിടെ പോയ്സൺ ബീസ്റ്റ് ഹെൽ കിങ് നോക്കായി കിടക്കുന്നതുകൊണ്ട് റിവൈവ് ചെയ്യാനായിട്ട് 2 സ്മോക്ക് ഇട്ടിട്ട് റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കംപ്ലീറ്റ്ലി ഓപ്പണിലാണ് റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരമാണെങ്കിൽ ടീം നമ്പർ 7ലെ സോളോ പ്ലെയർ സോൾ അക്വക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ടീം നമ്പർ 8ലെ 2 പ്ലെയേഴ്സിന് യൂസ് ചെയ്യാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, പക്ഷെ ആരും അത് യൂസ് ചെയ്തില്ല. അവിടെ സോൾ അക്വാൻ്റെ ഒരു വളരെ നല്ല ട്രൈ ഉണ്ടായിരുന്നു, പക്ഷേ പോയ്സൺ ബീസ്റ്റ് പ്രീ ഫയർ ആയിട്ട് ചെന്ന് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ആ പ്ലെയറിന്. നമുക്ക് ടീം നമ്പർ 11നെ കാണാം. ടീം നമ്പർ 8 അവർക്ക് നേരെ നിൽക്കുന്നുണ്ട്. ഇവിടെ XTRM കിങ്ങിൻ്റെ ഒരു ഓപ്പണിൽ നിന്നൊരു അടി നമുക്കിവിടെ കാണാം. പക്ഷേ ഓക്കെ, ഒരാളെ നോക്കാക്കിയിട്ടുണ്ട്, പക്ഷേ കംപ്ലീറ്റ്ലി ഓപ്പണാണ് ആ പ്ലെയർ. കഴിയുന്നത് വേഗത്തിൽ കവർ പിടിക്കുന്നതായിരിക്കും നല്ലത്. PP ബൈസൺ കൊണ്ട് വളരെ നല്ലൊരു ട്രൈ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് PP ബൈസണെ പറ്റി അറിയാം, വലിയ ഡാമേജ് ഇല്ലാത്തൊരു തോക്കാണ്, റേഞ്ച് ഇല്ലാത്ത തോക്കാണ്. അവിടെ എറർ ക്ലാൻ SRJ അതുലിനെ നോക്കാക്കിയിരിക്കുകയാണ്. കറൻ്റ്ലി എറർ ക്ലാൻ മിൽട്ട ഏരിയയിലെ ഹില്ലി റീജിയൻ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഹിൽ സൈഡ് മുഴുവൻ അവരുടെ കൺട്രോളിലാണ് നിൽക്കുന്നത്. അവിടെ SRJ വിഷ്ണു GP വളരെ ഓപ്പണായിട്ട് നിൽക്കുകയായിരുന്നു. ആ ഒരു അവസരം എറർ 505 ഒട്ടും പാഴാക്കിയില്ല. ഓക്കെ, ഇവരിപ്പോൾ എററിന് ഇപ്പോൾ കാര്യങ്ങൾ അറിയാം, കാരണം 2 പ്ലെയേഴ്സ്, ഒരു പ്ലെയർ നോക്കാണ്, ഒരു പ്ലെയർ ഫിനിഷുമാണ്. അപ്പോൾ ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എറർ ക്ലാന് കിട്ടാൻ വരുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇതാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവർ സമയം ഒട്ടും കൊടുക്കുന്നില്ല. SRJ ക്ലാനിന് നേരെ അവർ റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വളരെ ഒരു ട്രാപ്പിലാണ് SRJ കുടുങ്ങിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൺ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ എറർ 505 SRJ ഏബലിനെ വളരെ ഡാമേജ് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് SRJ ഏബലിൻ്റെ ഹെൽമെറ്റും വെസ്റ്റും കണ്ടാൽ അറിയാം, ലെവൽ 1 വെസ്റ്റാണ്. ലെവൽ 2 വെസ്റ്റ് കംപ്ലീറ്റ് ഡാമേജ്ഡാണ്. അവിടെ എറർ 707 SRJ രജത്തിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, SRJ ഏബലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. UMP45 ലോങ് റേഞ്ചിൽ പറ്റിയൊരു തോക്ക അല്ലാത്തത് കൊണ്ട് മാത്രം 2 പ്ലേയേഴ്സും കവർ പിടിച്ചിരിക്കുകയാണ്. പക്ഷേ സോണിൻ്റെ ഡാമേജ് ഇതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമാകാൻ പോകുന്നത്. കാരണം ഇത് അവസാന സോണുകളിൽ ഒന്നാണ്, 3ാമത്തെ സോണാണിത്. അപ്പോൾ ഈ സോൺ ഉണ്ടാക്കുന്ന ഡാമേജ് നമുക്ക് ഏകദേശം ഊഹിക്കാം. ആദ്യത്തെ സോണിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി സോണിനകത്ത് നിന്ന് ഫൈറ്റ് എടുക്കാമെന്നൊക്കെ പറയാം. പക്ഷേ ഇപ്പം അത് നടക്കില്ല.
അവിടെ എറർ 707 ഒരു AKM-ൽ സിംഗിൾ ഷോട്ട് ഇട്ട് അടിക്കുന്നതാണ്. അത് SRJ രജത്തിനാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. SRJ രജത്ത് ഇപ്പോൾ ഒരു ട്രാപ്പിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല പ്ലെയറിന്. ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ റിഡ്ജിൻ്റെ സപ്പോർട്ട് ഉണ്ടാവില്ല എഴുന്നേറ്റ. പിന്നെ എറർ ക്ലാം വെക്കുന്ന സകല വെടിയും SRJ രജത്തിന് തന്നെ കൊള്ളും. ഇവിടെ ഈ പ്ലെയറിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്മോക്ക് ഇടുക എന്നുള്ളതാണ്. സ്മോക്ക് ഇടുന്നുണ്ട്, പക്ഷേ ഒരു സ്മോക്കിൽ കാര്യം ഒതുങ്ങിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു 3 സ്മോക്കെങ്കിലും വേണം ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ SRJ രജത്തിന്. നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാം SRJ ക്ലാൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഇവിടെ സോണാണ്. എറർ ക്ലാൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇവിടെ സോണാണ്. പ്ലസ് അവർക്ക് ഹൈറ്റ് അഡ്വാൻറ്റേജും ഉണ്ട്. ഇവിടെ SRJ രജത്ത് കഴിവതും കവർ പിടിച്ച് അകത്ത് കയറാൻ ശ്രമിക്കുന്നത്. SRJ ഏബൽ ഒരു സ്ട്രാറ്റജിക് മൂവാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. കാരണം ഈ ഒരു കമോഷൻ്റെ ഇടയിൽ SRJ ഏബൽ കറങ്ങി ലെഫ്റ്റിൽ കൂടി ചെന്ന് സോണിൽ കയറാനൊരു അവസരമുണ്ട് ഈ പ്ലെയറിന്. പക്ഷേ ഇപ്പോഴും സോണിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഓക്കെ, ഇത് ബാൻഡേജിൽ ഒതുങ്ങില്ല ഈ സോണ്. കാരണം ബാൻഡേജ് ഈ പ്ലെയറിൻ്റെ കയ്യിലുള്ളെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന്. അവിടുത്തെ ഔട്ട്കം ഏകദേശം ഉറപ്പായതാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. കാരണം അവിടെ SRJ ക്ലാൻ്റെ ഏകദേശം അവിടെ ഫിനിഷായിരിക്കുകയാണ്. ബാൻഡേജുകളിൽ കളി ഒതുങ്ങില്ല. ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ അത്ര അധികം വേണം, അല്ലെങ്കിൽ ഒരു വണ്ടി വേണം. ഇത് രണ്ടും ഇല്ലാത്ത സ്ഥിതിക്ക് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഞാൻ പറഞ്ഞത് വളരെ ശരിയായിരിക്കുകയാണ്. SRJ രജത്ത് അവിടെ നോക്കായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടീം നമ്പർ 22 കാണാം. നമുക്ക് SRJ ക്ലാൻ്റെ അടുത്ത് ഒന്നും കൂടി പോകാം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈ കസ്റ്റമർ മാച്ച് ഹോസ്റ്റ് ചെയ്യുന്നവരാണ്. സോ നമുക്ക് ഇവിടെ SRJ ക്ലാനിലെ ഏതെങ്കിലും ഒരു മെമ്പറെങ്കിലും രക്ഷപ്പെടുമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ എന്തായാലും ആ ചാൻസ് ഇല്ല. ഓക്കെ, അവിടെ ചാൻസ് ഇല്ല. അവിടെ SRJ ക്ലാൻ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ആയിരിക്കുകയാണ്. ഇവിടെ SRJക്ക് ഒരു സ്ക്വാഡും കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് അതിലേക്ക് തിരിച്ചാൽ നമുക്ക് ടീം നമ്പർ 22 കാണാം. ടീം നമ്പർ 22 നിൽക്കുന്ന ടീം നമ്പർ 23 പാരലായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അവർ ടീം നമ്പർ 23 സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടീം നമ്പർ 21 ടീം നമ്പർ 2 ഫൈറ്റ് നടക്കുന്നുണ്ട് ഇവിടെ. സോ നമുക്ക് അതൊന്ന് പോയി സ്പെക്ടേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ടീം നമ്പർ 2 ഹൈ വോൾട്ടേജ് ക്ലാനിൽ 2 മെമ്പേഴ്സേ ഉള്ളൂ. അവരിപ്പോൾ ക്യാമ്പിംഗ് സ്ട്രാറ്റജിയാണ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ടീം നമ്പർ 23 കാണാം. ഇവരും ക്യാമ്പിംഗ് ആണ്. ഇപ്പോൾ എല്ലാവരും സോൺ ഔട്ട് ആയിരിക്കുകയാണ്, ഈ ക്യാമ്പ് ചെയ്യുന്ന എല്ലാവരും. അപ്പോൾ ഇനി ഇവിടെ നെക്സ്റ്റ് മൂന്ന് പറയുന്നത് സോണിൽ കയറുക എന്നായിരിക്കും. ഓക്കെ, ഇവിടെ ടീം നമ്പർ 22 വിസ് BP എത്രയും പെട്ടെന്ന് സോണിൽ കയറാമെന്നുള്ളൊരു ഇതായിരിക്കും. നമുക്ക് കാണാം ഇത് 4th സോണാണ്. ഇനി സോണിൻ്റെ പുറത്ത് കുടുങ്ങുന്ന ആൾക്കാരൊക്കെ ഏകദേശം അവരുടെ കാര്യത്തിൽ തീരുമാനമായതാണ്. നമുക്കിവിടെ ടീം നമ്പർ 4 കാണാം. അവർ ഇവിടെ ടീം നമ്പർ 4 ടീം നമ്പർ 22 ഫയറിംഗ് റേഞ്ചിൽ വന്നിരിക്കുകയാണ്. ടീം നമ്പർ 4 ഏകദേശം സോണിൻ്റെ തൊട്ടടുത്താണ്, സോണിൻ്റെ പുറത്ത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവർക്ക് അവരുടെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജും അതായിരിക്കും, സോണിൻ്റെ പുറത്ത് നിൽക്കുക എന്നുള്ളത്. നമുക്കെന്നാൽ ടീം നമ്പർ 24 ഫൈറ്റ് നോക്കാൻ പോയിട്ട് SRJൻ്റെ സെക്കൻഡ് ലൈനപ്പാണ് ടീം നമ്പർ 24. അവിടെ SRJ അമൃതോപ്പി ഒരാളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാനേഡ് എന്തായാലും കണക്റ്റ് ആവും, അത് ഉറപ്പാണ്. ഓക്കെ, ആ ഗ്രാനേഡിൽ ആൾ ഫിനിഷും ആയിരിക്കുകയാണ്.
നമുക്ക് ഇപ്പോൾ ഇവിടെ മാപ്പിൽ നോക്കിയാൽ കാണാം ടീം നമ്പർ 11 അടുത്ത് ഡബിൾ ഡ്രോപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ലെവൽ 3 ഐറ്റംസ് AWM മുതലായ സാധനങ്ങളൊക്കെ കിട്ടും. അവരെടുത്താൽ അതും കൂടെ ഉണ്ട്. ഓക്കെ, ആ ഒരു ഡ്രോപ്പിൻ്റെ അടുത്തേക്ക് നമുക്ക് 3 സ്ക്വാഡുകളുടെ സാന്നിധ്യം കാണാം. ടീം നമ്പർ 11, 4, 10. ഇതിൽ 11ഉം 4ഉം വഴി മാറിപ്പോയിരിക്കുകയാണ്. പക്ഷേ ടീം നമ്പർ 10 ആ ഒരു എയർ ഡ്രോപ്പിന് തന്നെ ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിൽഫീൽഡിൽ കാണാം എറർ ക്ലാൻ, ഹെൽ ക്ലാനിലെ 2 പേരെ നോക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, അവർ രണ്ടാളും ഫിനിഷാക്കി എന്നാണ് തോന്നുന്നത്. നമുക്കിവിടെ ഹെൽ ക്ലാനിലാകെ 2 പേരെ അവശേഷിക്കുന്നുള്ളൂ. ആ 2 പേരെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടെ എറർ ക്ലാൻ സ്മോക്ക് ഇട്ട് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ടീം നമ്പർ 11 ടീം നമ്പർ 11 എന്തായാലും ഇവിടെ ടീം നമ്പർ 1 ആൾക്കാരെ അടുത്തേക്ക് റഷ് ചെയ്യാൻ നോക്കി ഹെൽ ബൂബു. പക്ഷേ തൻ്റെ പ്ലെയർ അവിടെ നോക്കായതുകൊണ്ട് തിരിച്ചു വന്ന് റിവൈവ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ ഒരു ഓപ്പൺ ചാൻസ് ഉണ്ടായിരുന്നു ടീം നമ്പർ 1 പ്ലെയേഴ്സിനെ ഫിനിഷ് ചെയ്യാൻ. പക്ഷേ ടീംമേറ്റ് നോക്കാവുമ്പോൾ എല്ലാവരും ആദ്യം ടീമിനെ തന്നെയാണ് റിവൈവ് ചെയ്യാൻ ശ്രമിക്കുക. അത് തന്നെയാണ് ഇവിടെ നിഹാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം ടീം നമ്പർ 11 എന്ന് പറയുന്നത് ഒരു സാൻഡ്വിച്ച് സിറ്റുവേഷനാണ് ആക്ച്വലി. കാരണം ടീം നമ്പർ 4 ബാക്കിലുണ്ട്, ടീം നമ്പർ 1 മുന്നിലുണ്ട്. പക്ഷേ ഇവർ ടീം നമ്പർ 1 അടുത്തേക്ക് റഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ബുള്ളറ്റ് ട്രേസുകൾ കാണാം. ടീം നമ്പർ 4 ടീം നമ്പർ 11 അടുത്തേക്ക് ഫയർ ചെയ്യുന്നുണ്ട്. ടീം നമ്പർ 4 ഒരു തരത്തിൽ സാൻഡ്വിച്ച് സിറ്റുവേഷൻ തന്നെയാണ്. ടീം നമ്പർ 11 ഫ്രണ്ടിലുണ്ട്, ടീം നമ്പർ 10 ബാക്കിലുണ്ട്. ടീം നമ്പർ 10 അവിടെ ഒരാളെ നോക്കാക്കിയിട്ടുണ്ട്. എറർ ക്ലാൻ ഇപ്പോൾ ഒരു ടൈറ്റ് സ്പോട്ടിലാണ് നിൽക്കുന്നത്. നമുക്കിവിടെ കിൽഫീൽഡിൽ കണ്ടറിയാം BP ക്ലാൻ SRJൻ്റെ സെക്കൻഡ് ലൈനപ്പിനെ വൈപ്പ് ചെയ്തിരിക്കുകയാണ്. കിൽഫീൽഡ് നോക്കിയാൽ കാണാൻ പറ്റും അതൊക്കെ. ഓക്കെ, ടീം നമ്പർ 1 ടീം നമ്പർ 11 ഫൈറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് തോന്നുന്നത്. കാരണം അത്ര അടുത്തടുത്താണ് അവർ നിൽക്കുന്നത്. പക്ഷേ ടീം നമ്പർ 1 നിഹാൽ പ്ലെയർ ടീം നമ്പർ 1 അവശേഷിക്കുന്ന നിഹാൽ എന്ന് പറഞ്ഞ പ്ലെയർ റൈറ്റിലൂടെ ഫ്ലാങ്ക് ചെയ്ത് പോയിരിക്കുകയാണ്. ടീം നമ്പർ 4 ലെഫ്റ്റിലൂടെ പോയിരിക്കുകയാണ്. ഇവിടെ ടീം നമ്പർ 11 ആണ് ഇവിടെ കുടുങ്ങിയിരിക്കുന്നത്. കാരണം ഇവർക്ക് പോകാൻ വണ്ടിയില്ല. ഇവിടെ ഉടനെ ഹെൽബൂബും പോയ്സൺ ബീസ്റ്റും വളരെ പെട്ടെന്ന് സോണിൽ കയറിയില്ലെങ്കിൽ ഏകദേശം അവർക്ക് വലിയൊരു പണി കിട്ടും ഇവിടെ. കാരണം ഹെൽബൂബിൻ്റെ ഹെൽത്ത് കണ്ടാൽ നമുക്കറിയാം. പോയ്സൺ ബീസ്റ്റിൻ്റെ ഓക്കെ അവിടെ നോക്കാതിരിക്കുകയാണ് പോയ്സൺ ബീസ്റ്റ്. അതും സോണാണ് കൊണ്ടുപോയത്. അവിടെ ഡെഫിനറ്റ്ലി നമുക്ക് റിവൈവ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ തന്നെ ഇല്ല. കാരണം സോണ് ഹൈലി ഡാമേജ് ആണ് തരുന്നത്. ഇവിടെ ഹെൽബൂബു ഈ പ്ലെയറിന് ഒരു ചാൻസും ഇല്ല, ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സ്ക്വാഡ് അങ്ങനെ വൈപ്പായിരിക്കുകയാണ്. നമുക്കിവിടെ എറർ ക്ലാനിൽ അവസാന മെമ്പർ അവശേഷിക്കുന്നുണ്ട്, എറർ 505. ഇവിടെ ടീം നമ്പർ 2 അവരുമായിട്ട് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെയൊക്കെ പിന്നാലെ ടീം നമ്പർ 10 ഓക്കെ ടീം നമ്പർ എറർ ക്ലാനിലെ അവസാന മെമ്പറിനെ ചീമൂസ് എന്ന പ്ലെയർ ഒരു AWM ഷോട്ട് കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ BP ക്ലാൻ ഓക്കെ അങ്ങനെ അവിടെ BP ക്ലാൻ ഹൈ വോൾട്ടേജ് ക്ലാനിലെ മെമ്പേഴ്സിനെ വൈപ്പ് ചെയ്തിരിക്കുകയാണ്. അവിടെ തഗ് BP റാംബോ 3നെ നോക്കാക്കിയിരിക്കുകയാണ്. അത് AWM ഉപയോഗിച്ച് തന്നെ.
ഇവിടെ ഇപ്പോൾ ഒരു ടൈറ്റ് സ്പോട്ടിൽ പെട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ക്വാഡുകളാണ് അങ്ങനെ പെട്ടിരിക്കുന്നത്. ടീം നമ്പർ 22, ടീം നമ്പർ 1. ടീം നമ്പർ 1 പക്ഷേ അവശേഷിക്കുന്ന ഒരേ ഒരു പ്ലെയറേ ഉള്ളൂ. ടീം നമ്പർ 10 3 പ്ലെയേഴ്സ് ഉണ്ട്. ടീം നമ്പർ 22 2 പ്ലെയേഴ്സാണുള്ളത്. അങ്ങനെ എലൈവ് 8 പേരാണ് അവശേഷിക്കുന്നത്. ഇവിടെ ബോൾട്ട് ആക്ഷന് വളരെ പ്രാധാന്യമുള്ളൊരു സോണാണിത്. കാരണം ബാക്കി എല്ലാ പ്ലെയേഴ്സും ഓപ്പണായിട്ട് ഓടി വരുമ്പോൾ നല്ലൊരു ഇവിടെ ചീമൂസ് എന്ന പ്ലെയർ ഒരുപാട് സമയമെടുത്ത് ആ ഷോട്ട് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയേണ്ട കാര്യം. കാരണം ഒരുപാട് സമയമെടുത്ത് ആ ഷോട്ട് എടുക്കാൻ അതൊരു അവസരമാക്കി കണ്ട് അവിടെ BP ക്ലാൻ ആ അവസരം യൂസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ടീം നമ്പർ 1 അവസാന പ്ലെയറിനെ BP കൊന്നിരിക്കുകയാണ്. ഇനി ടീം നമ്പർ 10, ടീം നമ്പർ 22 ഫൈറ്റേ ഉള്ളൂ. ഇവിടെ ടീം നമ്പർ 10 ഇവിടെ റിവൈവ് ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്ക് കാണാം. കാരണം നേരത്തെ ഈ 2 പ്ലേയേഴ്സ് നോക്കായതാണ്. ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇവിടെ റിവൈവ് കിട്ടുന്നത്. NS മാസ്റ്റർ കുറേ ടൈം എടുത്തു. അപ്പോൾ ഈ ഒരു ടൈമിൽ BP ക്ലാൻ ഒരു പക്ഷേ റഷ് ചെയ്തിരുന്നെങ്കിൽ ഇവരെ കിട്ടും. പക്ഷേ ഇവിടെ BP ക്ലാൻ ഒരാളെ നോക്കണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 പേർക്കും വേണമെങ്കിൽ റഷ് ചെയ്യാമായിരുന്നു. പക്ഷെ അവരെ ചെയ്തില്ല. അവിടെ ചീമൂസ് മറ്റേ ജനാലേൻ്റെ അടുത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുടെ മേത്തു കൂടെയൊക്കെ ചാടുന്നത് നമുക്ക് കാണാമായിരുന്നു. ഓക്കെ, ഇവിടെ ചീമൂസിനെ നമുക്ക് കാണാം. ഒരുപാട് സമയമുണ്ട് സ്മഗ് BP അവിടെ ഓപ്പണിൽ നിൽക്കുന്നത്. ഒരുപാട് സമയം സ്മഗ് BP അവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഓപ്പണായിട്ട്. പക്ഷെ ഇവിടെ ഒരു ഷോട്ട് പോലും എടുക്കുന്നില്ല. ഓക്കെ, ഒരു ട്രൈ പക്ഷെ ഒന്നും ചെയ്യാണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവർ BP ക്ലാൻ ഒരുപാട് ടൈം കൊടുക്കുന്നുണ്ട് ഈ ടീം നമ്പർ 10. ഇവർക്ക് ഈ ടീം നമ്പർ 22 എത്രമാത്രം ഡേഞ്ചറസ് ആണെന്ന് ഇവർക്ക് അറിയില്ല. കഴിവതും ഓപ്പണിൽ തന്നെ 2-3 പേരെ നോക്കാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഓക്കെ, ടീം നമ്പർ 22ൻ്റെ സ്ട്രാറ്റജി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം ഒരാൾ കയറും, ബാക്കി 3 ആൾ ഫയർ ചെയ്യും എല്ലാ വിൻഡോസിൻ്റെ അടുത്തേക്കും. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ആൾ കയറിയിരിക്കുകയാണ്. രണ്ടാമത്തെ ആളും ഈ സിമിലർ മെത്തേഡിലൂടെ കയറും. അപ്പോൾ ആദ്യത്തെ ആൾ ഗ്രനേഡുകളും മറ്റ് ത്രോബിൾസും യൂസ് ചെയ്യും. ബാക്കി 2 പേരും ഫയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സെക്കൻഡ് ആളും എത്തിയിരിക്കുകയാണ്. ഇനി ഇവർ 2 ആളായിരിക്കും ത്രോബിൾസ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇതോടെ ബാക്കി 2 പേർക്ക് ഇവിടെ എത്താൻ സാധിക്കൂ. ഇതാണിപ്പോൾ BP ക്ലാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി. ഞാൻ പറഞ്ഞ് BP ക്ലാൻ എത്ര ഡേഞ്ചറസ് പ്ലെയേഴ്സാണെന്ന്. പക്ഷെ അത് ഇവർ ടീം നമ്പർ 10 ഒരുപാട് സമയം കൊടുത്തു BP ക്ലാനിനെ അങ്ങോട്ട് കയറ്റാനായിട്ട്. അവർ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് സ്റ്റൈൽ ബിൽഡിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഒരു റഷ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ടീം നമ്പർ 22ൻ്റെ കയ്യിൽ നിന്ന്. ഓപ്പണിൽ നിന്ന് ഒരുപാട് സമയം അവർക്ക് ഒരുപാട് ചാൻസ് കിട്ടിയിട്ടുണ്ട് ടീം നമ്പർ 10-ന്. പക്ഷെ അവരതൊന്നും യൂട്ടിലൈസ് ചെയ്തില്ല. പക്ഷെ BP ക്ലാൻ അവർക്ക് കിട്ടിയ അവസരം കൃത്യമായി യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ BP ക്ലാൻ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് പതുക്കെ പതുക്കെ. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു BP ക്ലാൻ എന്തുമാത്രം ഡേഞ്ചറസ് പ്ലെയേഴ്സാണ്. സോ അതെന്തായാലും ടീം നമ്പർ 10-ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അവർ ഒരുപാട് ടൈം കൊടുത്തു. ഈ ടൈം BP ക്ലാൻ യൂസ് ചെയ്തു. എന്തൊക്കെ വന്നാലും എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ജയിച്ച BP ക്ലാനും കളിച്ച എല്ലാവർക്കും എൻ്റെ ഹാർട്ടി കൺഗ്രാറ്റ്സ്.